കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം വെളിയിലോട്ടൊക്കെ ഇറങ്ങി ആ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അന്തരീക്ഷം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ഏകദേശം കാര്യം എല്ലാവർക്കും മനസ്സിലാവും. സംഭവം വേറൊന്നുമില്ല, നേരത്തെ ഇവിടെ നിന്ന് ഞാൻ ഇതുപോലെ തന്നെ ഒരു വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ വളരെ മനോഹരമായിട്ടുള്ള, അതായത് നമ്മുടെ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന നമ്മുടെ തേവാരമെട്ടിലാണ്. നല്ലൊരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണത്. ഒരുപാട് വൈകുന്നേര സമയങ്ങളിലും രാവിലെയും ഒക്കെ ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ ചെലവഴിക്കുന്ന കാഴ്ച നമുക്ക് ഇതുവഴി കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യം തന്നെയാണ്. അതായത് മഴക്കാലമായി എല്ലാ പൊതുസ്ഥാപനങ്ങളും, സ്കൂളുകൾ, പഞ്ചായത്തുകളെല്ലാം ഇപ്പോൾ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം വളരെ ഇതിൽ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ പൊതുനിരത്തുകൾ ശരിക്കും പറഞ്ഞാൽ മാലിന്യം തള്ളാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഒരു കുറച്ച് ശതമാനം ആൾക്കാർ കാണുന്നത്. അതായത് അവരുടെ മാലിന്യം വീട്ടിലെ ആയാലും ശരി, വ്യാപാര സ്ഥാപനങ്ങളിലെ ആയാലും ശരി, ഇതൊക്കെ കൊണ്ട് തള്ളാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് നമ്മുടെ പൊതുനിരത്തുകൾ കാണപ്പെടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ വർഷം കേരളപ്പിറവിയോടനുബന്ധിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അന്ന് ഇവിടുന്ന് ഏതാണ്ട് 3 ടിപ്പർ മാലിന്യമാണ് ഇവിടുന്ന് നീക്കം ചെയ്തത്. അന്ന് എനിക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു ഉറപ്പ് നൽകിയായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് പൂർണ്ണമായിട്ട് അത് മാറ്റാനായിട്ട് അവർക്കും കഴിഞ്ഞില്ല. ഇവിടെ ഒരു CC ക്യാമറ സ്ഥാപിക്കാമെന്നും അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 5-8 മാസത്തിന് മേലെ, 8 1 വർഷത്തോളം ആകുന്നു ശരിക്കും പറഞ്ഞാൽ. ഇതുവരെ അതിനുള്ള ഒരു നടപടി കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുതന്നെയല്ല, ഇവിടെ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താണ് പറയുന്നത്, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്നൊരു ബോർഡ് വേണ്ട ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഈ വെച്ചേക്കുന്ന നല്ല അടിപൊളി ഒരു ആനക്കുട്ടനാണ്, അതിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ച. ഇത് മാത്രമല്ല കേട്ടോ, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഈ മഞ്ഞ കവറുകൾ കണ്ടോ, ഇതൊക്കെ ഒരാൾ മാത്രം ഒരു സ്ഥാപനത്തിൽ നിന്നോ അതോ അതുപോലുള്ളിടത്തുനിന്ന് കൊണ്ടിട്ടേക്കുന്ന വേസ്റ്റുകളാണ് ഈ കാണുന്നത്. ഇതുണ്ട്, ഇതൊക്കെ അതായത് ഫുഡിൻ്റെ വേസ്റ്റുകൾ, അതുപോലെ ഇന്ന് വേണ്ട എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അത് കംപ്ലീറ്റും നമുക്ക് വേണ്ട ഇവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ തൊട്ട് താഴെക്കൂടെ വേണ്ട ഒരു നല്ലൊരു അരുവിയാണ് ഈ ഒഴുകുന്നതിൻ്റെ തൊട്ട് താഴെക്കൂടെ. അത് സജീവമായിട്ട് ഒഴുകാൻ തുടങ്ങിയിട്ടില്ല. നമ്മുടെ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടുകൂടി അത് നല്ല രീതിയിൽ നീരൊഴുക്ക് തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതാണ്. അവരൊക്കെ ആശ്രയിക്കുന്ന തോടാണത്. ഈ മാലിന്യം കംപ്ലീറ്റ് ഇതിലേക്കാണ് പോകുന്നത്. അപ്പം ഇത് മാത്രമല്ല, ഇനിയുണ്ട്, ഈ വൈറ്റ് സൈഡ് കംപ്ലീറ്റ് ഇത് തന്നെയാണ്. ഇതുണ്ടോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും കൊണ്ട് തള്ളുന്ന സാധനങ്ങളാണ്. അതായത് മിൽമ കവറൊക്കെ ഒരുപാട് ആ രീതിയിലുള്ള ഇതിലാണ് ഇട്ടേക്കുന്നത് കംപ്ലീറ്റ്. കണ്ടോ, ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ അരുവി. അതുകൊണ്ട് ഏകദേശം ഒഴുകാനായിട്ട് വെമ്പി നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്നുകൂടെ മഴ നല്ലപോലെ ആയി കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ഒഴുകാൻ തുടങ്ങും. അതായത് വീടുകളിലും തോട്ടങ്ങളിലും ഒക്കെ അടിക്കുന്ന വിഷക്കുപ്പി തൊട്ട് സകല മാലിന്യങ്ങളും ഇതിനകത്താണ് കൊണ്ട് നിക്ഷേപിക്കുന്നത്. നമുക്ക് തന്നെ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ വീടുകളിലും കുഞ്ഞു മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എല്ലാവരും ബമ്പേഴ്സ് അടുപ്പണക്കുള്ള സാധനങ്ങൾ ഇതുണ്ടോ, ഒറ്റ ചാക്ക് സാധനം ഒരു വീട്ടിലെ സാധനമാണ്. ഇതൊരു വീട്ടിൽ നിന്ന് കൊണ്ട് തട്ടിയേക്കുന്ന. ഇവരൊക്കെ എന്ത് പ്രതിബദ്ധതയാണ് ഈ സമൂഹത്തിനോട് കാണിക്കുന്നത്, അല്ലെങ്കിൽ വളർന്നു വരുന്ന അവരുടെ മക്കളോട് പോലും നെറികെട്ട ഒരു സമീപനമാണ് ഇവർ ഈ കാണിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകണം. അതിന് അധികാരികളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വീഡിയോ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പൊതുജനങ്ങളും ഇനിയിപ്പം കാലവർഷം ശക്തി പ്രാപിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വേസ്റ്റുകൾ ഇവിടുന്ന് മാറ്റുന്നതിനും ഇനി ഇതിവിടെ നിക്ഷേപിക്കാതിരിക്കാനും, അതുതന്നെയല്ല ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്യുന്നവരെ കണ്ട് പിടിച്ചതിനുള്ള ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ഇവിടെ CC ക്യാമറയോ അങ്ങനെയുള്ള സംവിധാനം ഒരുക്കും എന്ന ശുഭവിശ്വാസത്തോടെ ഞങ്ങൾ ഈ വീഡിയോ പൊതുജനങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ മാലിന്യം ഇടല്ലേ. ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാകും, നിൻ മൃദുവിരലിൽ സ്പർശം